ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 46-47 തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് മനസ്സിൽ ദൈവത്തിൻ്റെ ആനന്ദം നമുക്കുണ്ടാകുന്നത്. 1 തെസ്സലോനിക്ക 4:15, 16, 17 വചനങ്ങൾ. നിങ്ങളെപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നമുക്കെപ്പോഴും സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മാവ് ഇടവിടാതെ പ്രാർത്ഥിക്കണം. എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്ന എഫേസ്യസ് ലേഖനം 6:18. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഈശോ നമ്മളോട് പറയുന്നത്, എപ്പോഴും ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മുടെ ആത്മാവ് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരന്തരമായ സന്തോഷം നമുക്കുണ്ടാകും. ഈ 25 നോയമ്പിൻ്റെ കാലത്ത് നിരന്തരം പ്രാർത്ഥിച്ച് നിരന്തരം സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.